गाइस का स्वागत है आपके फेवरेट रिएक्शन चैनल में। और आज हम लेके आए हैं माय बॉस मूवी के सीन 2 का रिएक्शन। और इसका जो इंट्रो सीन था ना, उसमें तो हमने देखा किस तरीके से एक बहुत सीधे साधे एम्प्लॉय है जिनको यहाँ पे जॉब मिल गई है। देखेंगे क्या करते हैं, तो आप भी देखो, हम देखते हैं। लेट्स स्टार्ट। എന്തെങ്കിലും സഹായം വേണോ മനു? സ്നേഹേ अच्छा ये ओके ജോയിൻ ചെയ്തിട്ടിപ്പോ ഒരു മാസമായി അല്ലേ? അറിയില്ല. പക്ഷേ എനിക്കറിയാം. तो क्या ഇന്ന് ഒരു മാസം 1 महीना हो गया तो क्या? जॉब को है ना, आप दोनों को थोड़ी हुआ है। ഒരു മാസം കടന്നു പോയത് പോലും അറിഞ്ഞില്ല. നാട്ടിൽ എന്തായിരുന്നു മനുവിന് ജോലി? നാട്ടില് അച്ഛനെ സഹായിച്ചു. फादर ओके। അച്ഛനെന്തായിരുന്നു ജോലി? जॉबलेस को कैसे सेट कर क्या നാട്ടില് പണിയൊന്നും ഇല്ലാത്തോണ്ടല്ലേ ഇങ്ങോട്ട് ട്രെയിൻ കയറി സ്നേഹ. ഓ, വന്നിട്ട് ഇന്ന് മനൊന്ന് സ്വസ്ഥമായിട്ടിരിക്കുന്ന കണ്ടത്. तो फिर तंग അല്ലെങ്കിൽ करने രാവിലെ മുതൽ ഓട്ടോ അല്ലേ? അത് പിന്നെ മാഡം ടൂർ പോയതുകൊണ്ടാ വൈകിട്ട് ആളിഞ്ഞെത്തും. ഓ, ആ പിശാചിന്റെ കാര്യം പിശാചിനി? എന്താണ് മാഡത്തിന്റെ കാര്യം പറയായിരുന്നു. ഓ എന്റെ സ്നേഹയെ കുറച്ചെങ്കിലും സ്നേഹം ഉണ്ട്. പിശാചിന്റെ കാര്യം सब वही बुलाते हैं। ഓർപ്പിക്കാൻ ഒരു ദിവസമെങ്കിലും സമാധാനമായിട്ട് ഇവിടെ നടന്നോട്ടെ. അതെ ഇന്ന് ശമ്പളം അക്കൗണ്ട് വരുന്ന ദിവസമാണ്, ചെലവുണ്ട്. पहली सैलरी मिल रही है बेचारे को। എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ശമ്പളം. फर्स्ट പക്ഷേ सैलरी ആദ്യത്തെ ശമ്പളത്തിന് ओनली इन മാത്രം फर्स्ट सैलरी। क्यों भाई? അതെന്താ പിന്നീട് ശമ്പളം अरे यार കുറച്ചും കൂടെ കൂട്ടി കിട്ടുന്നില്ലല്ലോ എന്നുള്ള ദുഃഖം. ओके आ गई पिशाचिनी। Oh, here comes the ये devil. हमेशा ऐसे ही क्यों आती है बुरे मूड के साथ? CMO Attitude है। ओके And today I came early in the morning and started the work തുടങ്ങി. Yeah, that's exactly what I'm asking you. Why haven't you finished this? This work is very heavy and I need more time. Heavy. This work is heavy for you. ജോലി സമയത്ത് ജോലി എടുക്കണം, അല്ലാതെ അതിനിടക്ക് ലൂസ് ടോക്കിന് Wow. ഞാൻ പറയുന്ന ജോലി പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തില്ലെങ്കിൽ I'll make sure that you get fired. Do you understand that? Okay, now I want to see this job done and send it to me via email within 1 hour. 1 That's hour. the only time you get. Okay? Okay madam. बहुत rude है। ലൂസ് മോഷൻ വന്ന മാതിരി ആവട്ടെ അമ്മൂമ്മയുടെ ഇംഗ്ലീഷ്. अरे यार कितनी टॉक्सिक है वो। 10 ദിവസം കൊണ്ട് ചെയ്യേണ്ട ജോലി 2 ദിവസം കൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? ചത്ത് കിടന്ന് പണിയെടുത്താലും ഒരു നല്ല വാക്ക് ആ ഡാഷ്ബോർഡ് इनको अभी अच्छी नहीं लग रही। ദോഷം കൊള്ളാതെ സമാധാനപ്പെടുക. എങ്ങനെ സമാധാനപ്പെടും? നേരെ ചൊവ്വന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസം എന്നറിയോ? കണ്ടവളന്മാരുടെ വായിലിരിക്കണ കേൾക്കേണ്ടി വരുന്ന എന്തൊരു വിധി. എടാ മോനെ, ഇത് നിന്റെ മാത്രം വിധിയല്ല, മറ്റുള്ളവരെ നിന്ന് പണം വാങ്ങി ജോലി ചെയ്യുന്ന എല്ലാവരുടെയും വിധിയാ. കുറച്ച് കഴിയുമ്പോ ഇതൊക്കെ അല്ലെങ്കിൽ ശീലമായിട്ട് പൊരുത്തപ്പെട്ട് പൊക്കോളും. ഇവിടേക്ക് ഏത് നേരത്തെ സമയം എനിക്കറിയാൻ മേല. ഡേറ്റ് ഡിസംബർ 26. അതെന്താ? അല്ല അന്നാണല്ലോ ഈ सुनामी डे में पैदा हुई थी। ഒറ്റ കുത്തിന് കൊന്നണ്ടല്ലോ. ദാ, ഇങ്ങോട്ട് നോക്കിയേ. എന്നെ ആ പിശാച് വിളിക്കുമ്പോ ഈ റിയാക്ഷൻ അങ്ങോട്ട് ചെല്ലും. കിട്ടാനുള്ളത് മുഴുവൻ ലാവിഷായിട്ട് മേടിക്കും, തിരികെ പോരും. अच्छा, इन्होंने एक अलग रूप बना रखा है वो सब सहन करने के लिए। അത്രേ ഉള്ളൂ. ओके अलग ये पर्सनालिटी। मैंने बुला रही है. ശുക്രിയ. अब आएगी शुक्रिया। personality. എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. Devil. मुझे तो रोते हुए लगे, नहीं रोते हुए आएंगे। नहीं, इनको फर्क नहीं पड़ता ना, वो वाला अलग बंदा है। हाँ. अच्छा तो उनका आदत हो गई है। हाँ ഹലോ, അമ്മ ഇത് ഞാനാ. എന്താ മോനെ ഈ സമയത്ത്? ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഓഫീസിൽ നിന്നാ. എന്താ നിന്റെ ശബ്ദമല്ലാണ്ടിരിക്കുന്നെ? घर की यार। ഒന്നുമില്ല അമ്മ, അമ്മക്ക് തോന്നണതാ. നീ എന്തിനാണ് അമ്മയോട് നുണ പറയുന്നത്? നിന്റെ ശബ്ദത്തിന് ചെറിയൊരു മാറ്റം വന്നാ ഈ അമ്മയ്ക്ക് മനസ്സിലാവും. എന്താ മോന്റെ വിഷമം? ഈ അമ്മയോട് പറയടാ. ഒന്നുമില്ല അമ്മ, വിളിച്ചു അത്രേ ഉള്ളൂ. പിന്നെ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്നല്ലേ, അതിന്റെ ഒരു ബുദ്ധിമുട്ടുമുണ്ട്. അതൊന്നും സാരമില്ല മോനെ. എന്ത് വന്നാലും നീ हाँ, എന്തു വന്നാലും ഞാൻ സഹിക്കും അമ്മേ. ഈ ജോലി എന്റെ കച്ചത്തിലും. क्योंकि इनके फादर भी तो जॉबलेस हैं। ശരി അമ്മേ, എന്നാ പിന്നെ ഞാൻ രാത്രി കണ്ട് വിളിക്കാട്ടോ. ശരി മോനെ. चलो एक अभी नॉर्मल होगा। എന്താ ഇപ്പോ? नॉर्मल नहीं हो रहा, नहीं, नहीं, अभी भी वो काम है। चल रहा है। अब या तो चिल्लाएगा। നീ ആരാന്നാണ് നിന്റെ വിചാരം? അവളുടെ ഡയാന ओ भाई साहब देखा आया ना बाहर। പൊറോട്ട വിളിച്ചിരുന്നോ? വലിച്ചു കിട്ട് വലിച്ച ചിക്കൻ വിളിച്ച പട്ടിക്കിട്ട് കൊടുക്കടി. रॉटन साइड डिश। നീ ആരാണ് നീ? ചാവൂറ്റിനാണ് നീ. ഒന്നുകളെ ഞാൻ. ओ भाई साहब, എന്ത് പറ്റി? He's feeling good now. അങ്ങനെ ആദ്യമായിട്ട് അവൾ എന്റെ തള്ളയ്ക്കും വിളിച്ച്
എന്നിട്ടൊന്നും പറഞ്ഞില്ലേ? അകത്ത് പറഞ്ഞു വന്ന് ഇവിടെ ബക്കറ്റും ചവിട്ടി പൊട്ടിച്ച് പുറത്ത് വേറെ മേടിച്ചോണ്ട് വരാം. ഈ മാസം ഇത് 4ാമത്തെ ബക്കറ്റാ. इस महीने के 4 बकेट। इसको क्या चाहिए? इसको क्रश है उनपे। अब मुंह ठीक करने जाएंगी। ओहो खुद रो रही है। अरे वहीं आके इधर आके रो रही है। വെറുതെ ചീത്ത കേട്ടു. അതൊന്നുമല്ല. अरे अरे കൊണ്ടല്ലേ മാഡം മനോട് വഴക്ക് പറഞ്ഞു. हाँ ठीक है, सॉरी बोल। അതിനല്ല വഴക്ക് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഇതൊക്കെ हाँ छोड़ दो। മാഡം പോയി. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ये मर रही है, मेरे को लगता है बॉयफ्रेंड पटाने के लिए। हाँ इसको चाहिए कोई। ആർക്ക്? ആ പ്രിയക്ക് ഞാൻ കാരണം ഒരാളെ വിഷമിക്കുന്നത് എനിക്ക് സഹിക്കില്ല. आ गया। अरे ये क्या था? अरे बस। നിങ്ങൾ എന്തിനാ എന്നെ കെട്ടിപ്പിടിച്ചേ? സ്നേഹ കരയുന്ന കണ്ടപ്പോ എനിക്ക് अच्छा ये इनको पसंद करते हैं। वो इनको करती है। നീ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. വൃത്തികെട്ടവനെ. മനു മനുവിന് എന്നോട് ദേഷ്യമൊന്നുമില്ല. एंग्री क्यों होगा वो? अभी पॉसेसिव हो जाए। പൊയ്ക്കോളൂ. अच्छा कि उन्होंने हक क्यों किया ऐसा? हाँ। अरे यार जबरदस्ती का पोजेसिव। പ്രേമം പേടിക്കണ്ട. കംപ്ലീറ്റ് ड्रामा ड्रामा। നല്ല ഒന്നാം തരം കറവക്കാരിയാവും. एक्सट्रैक्टर। കറവക്കാരിയോ? ആ, एक्सट्रैक्टर। പ്രേമം അഭിനയിച്ച What? ആളുകൾ നമുക്ക് Coffee, കാപ്പി, ice ചായ, cream, ice cream ഒക്കെ wow. വാങ്ങി തരും. ഈ പശുവിന് പുല്ല് വയ്ക്കും. पशु को അവള് क्या एक्सट्रैक्ट करेगी? സ്വർണ്ണ മോതിരം ड्रेसेस, गोल्ड रिंग, हाउस। ओ കംപ്ലീറ്റ് അവള് കറന്നുകൊണ്ട് പോകും. ये तो അത്രയ്ക്ക് കുഴപ്പം गोल्ड डिगर। എന്ന് പറയാൻ പറ്റില്ല. അണ്ണന് ഇതെങ്ങനെ അറിയാം? അത് ശരി. मैं कर चुका हूँ, फंस चुका हूँ। हाँ ഉം. കയ്യിലുള്ള പൈസ തീർന്നപ്പോഴാണ് മനസ്സിലായതല്ലേ? എന്നിട്ടും മനസ്സിലായില്ല. I took loans. ലോണുകൾ എടുത്ത് സാധനങ്ങൾ മേടിച്ചു കൊടുത്തു. ഒടുവിൽ ലോൺ കിട്ടാതായപ്പോഴാണ് മനസ്സിലായത്. ഇപ്പൊ ആ ലോണൊക്കെ തിരിച്ചടയ്ക്കാൻ പടാപ്പാട് പെട്ടോണ്ടിരിക്കുക. अभी तक എന്നിട്ട് നിങ്ങൾക്ക് ആ സ്ത്രീയോട് ദേഷ്യമില്ലേ? ആദ്യം ദേഷ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ സഹതാപ. 2 സഹോദരിമാരുണ്ട്. അവരെ കെട്ടിച്ചോടാനുള്ള പരാക്രമങ്ങളാ പാങ്ങാണ്. ഓക്കേ ബൈ. നമ്മള് പുറമേന്ന് കാണുന്ന पर ये चीज जस्टिफाई कैसे हो रही है? क्या कुछ भी बात कर रही है लोग। ഇതാ നിന്റെ कि 2 बहनों को शादी करानी है, इसलिए वो लड़कों को बेवकूफ बनाती है। ഞായറാഴ്ചയല്ലേ, നിനക്ക് പ്രാരാബ്ദം കുഴപ്പമൊന്നുമില്ലല്ലോ. നാളെ വന്ന് സ്വസ്ഥായിട്ടിരുന്ന് ഉണ്ടാക്കിയാൽ മതി. ഇതുപോലെ പണിയെടുക്കാൻ വന്നിരിക്കുന്ന ഭൂതം. इनके पास 1 घंटा है सिर्फ। നമ്മൾ ഇന്ന് പുറത്തു പോകുന്നു, അടിച്ചു പൊളിക്കുന്നു. അതെ. पर वो तो चली गई ऑलरेडी। പൈസ ഒന്നുമില്ല, ചെറുതായിട്ട് Something വലുതാണ്. simple. അതിന് നീ അല്ല ചെലവ് ഓ. ചെയ്തത്, ഞാനാണ് ചെലവ് ചെയ്തത്. दोस्त बन गए अच्छे। फिर ठीक है। ഇത്ര നാളായിട്ട് നീ നിന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. എന്നെ കുറിച്ച് എന്ത് പറയാൻ? നീ വിവാഹത്തെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ലേ? പുറത്തുപോയി ജോലി ചെയ്തിട്ട് അവിടെയുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം वेस्टर्न കഴിക്കണം. कंट्री। എനിക്ക് ഈ വെസ്റ്റേൺ കൾച്ചറൊക്കെ വലിയ താല്പര്യം. ओ ബർഗർ, ഹോട്ട് ഡോഗ്, ജ്യൂസ്, കോൺഫ്ലെക്സ്. फ्लेक्स। നമ്മുടെ ഈ ഭക്ഷണ രീതി ഒന്നും ശരിയല്ല. अरे പൂരിയും फूड हमारा बहुत अच्छा है। ചോറും. എന്റെ അച്ഛന് ഇഷ്ടപ്പെട്ട ഒരു സാധനമുണ്ട്, സുഖിയൻ। എന്തത് സുഖിയൻ. എനിക്ക് കാണുന്നത് और ദേഷ്യം. इनकी क्या है? അപ്പൊ ഒരു കുട്ടിസായിപ്പ് ആവാനാണ് നിന്റെ പ്ലാൻ. എന്നല്ല, എനിക്ക് ഇഷ്ടാ. ഒരു കാര്യം ഒഴിച്ച് ഈ കടലാസ് കൊണ്ട് തൂക്കുന്ന ഒരു പരിപാടി. वो बैड है। सही बात बोली यार। छी അതാണ് गंदे। ഏറ്റവും വൃത്തിയുള്ള രീതി എന്നാണ് അവരെ അവകാശപ്പെടുന്നത്. ഫ്ലാറ്റ് ഒരു ദിവസം വെള്ളം തീർന്നപ്പോ ഞാനൊന്ന് ട്രൈ ये നമുക്കത് ശരിയാവില്ല. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? മെട്രോ ക്ലബ്. क्लब। और से हमारा इतना मसाले वाला खाना है ना, ആർക്ക് हमें नहीं चलेगा। കൊണ്ടുവരാം. ഇവിടെയൊക്കെ നല്ല പൈസയാവില്ലേ? നമ്മുടെ കമ്പനിയായിട്ട് ഇവർക്ക് ടൈപ്പ് ഉണ്ട്. ഓ. അതുകൊണ്ട് നമുക്ക് സ്പെഷ്യൽ റേറ്റ്. Special അല്ലെങ്കിൽ പിന്നെ എനിക്ക് rate. എന്താ ഭ്രാന്തുണ്ടോ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. സാറൊക്കെ എല്ലാ ശനിയാഴ്ചയും വരും. നമ്മളെ പോലുള്ള അപ്പാവികള് ശമ്പളം കിട്ടുന്ന ആഴ്ച മാത്രം ഒന്ന് വരും. എങ്ങനെയുണ്ട്? ബെസ്റ്റാ. ചില സിനിമയിലൊക്കെ കാണാന്നല്ലാതെ ഇതൊക്കെ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാ. എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ വന്ന് 2 എണ്ണം അടിച്ച് ഡാൻസ് ഒക്കെ ചെയ്ത് വരുമ്പോ वाह। നമ്മുടെ മനസ്സിലുള്ള Money will എല്ലാ vanish. tensions Vanish। കയ്യിൽ കുറച്ച് കാശും പോവും. എന്നാലും വേണ്ടില്ല, ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തോന്ന് ലൈഫ്. മാത്യു സാർ ഗുഡ് ഈവനിങ് സാർ. രണ്ടാളും വീശു തുടങ്ങിയ ഇല്ല, തുടങ്ങാൻ പോകുന്നു. കൺഗ്രാറ്റ്സ് മിസ്റ്റർ മനു, നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പ്രിയയുടെ കയ്യിൽ 1 മാസം തികച്ചില്ലേ, അതൊരു ചെറിയ കാര്യമല്ല അല്ലോ. कोई मानता ही नहीं है। എങ്ങനെയുണ്ട് മാഡം? കുഴപ്പമില്ല സാർ. ആദ്യമായിട്ടുള്ള ഒരാൾ ഇങ്ങനെ പറയുന്നത്. ഇവിടെ മാഡം എത്തിയില്ലേ? ഇല്ല, ഇന്നലെ ടൂർ കഴിഞ്ഞ് വന്ന പിന്നെ ആൾ അത്ര നല്ല वो മൂഡിലല്ല. मूड अच्छा कब होता है उसका? അമേരിക്കൻ കമ്പനിയുടെ ഓർഡർ നഷ്ടപ്പെട്ടതിന്റെ ആയിരിക്കും. അതെ. ഏതാണ് സാർ? RVGയോ? आरबीजी। അയ്യോ, ആ ഓർഡർ മോറിഷ്യസ് കമ്പനിക്കാ കിട്ടിയത്. ओ
Oh. You carry on. Enjoy yourself. താങ്ക്സ് താങ്ക് യു സർ आपको क्या चाहिए सर? मुझे एक ब्रांड Okay. तेरे को क्या चाहिए എനിക്ക് ഒരു ബിയർ. एक भी Okay. और बियर കഷ്ടായി പോയി. 20 കോടിയുടെ ഓർഡർ ആയിരുന്നു. അത് നീ ശ്രദ്ധിച്ചായിരുന്നോ? क्यों? എടാ അവര് തമ്മിൽ ഒരു മത്സരം നടക്കുന്നുണ്ട്. Oh. എന്ത് മത്സരം? മാഡം സെയിൽസ് വിങ്ങിന്റെ ഹെഡ്, മാത്യു സാർ ഓപ്പറേഷൻ വിങ്ങിന്റെ ഹെഡ്. ഇവരുടെ മുകളിൽ ഒരു സിഇഒ പോസ്റ്റ്. CEO कौन बनेगा? മാസത്തിനുള്ളിൽ ഇവരിൽ ആരെങ്കിലും ഒരാൾ ആ പോസ്റ്റ് കയറി कंपटीशन चल रहा है. अच्छा അല്ല, ഇവരിൽ ആർക്കാണ് സാധ്യത? സർവീസ് സീനിയോറിറ്റി മാത്യു സാറിനാ. നമ്മുടെ സ്റ്റാഫിനൊക്കെ അദ്ദേഹം സിഇഒ ആവണമെന്നാണ്. हाँ वो CEO बन गए थे तो काम खत्म. മറ്റുള്ള ആളാണ് ഈ മാത്യു സാർ. ഇപ്പൊ തന്നെ കണ്ടില്ലേ നമ്മളോട് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചത്? ആ പിശാചാണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കില്ല. സാച്ചിനി. ആ പറഞ്ഞിട്ടെന്താ കാര്യം? സിഇഒ ആവാൻ കൂടുതൽ സാധ്യത ആ പിശാചിനാണ്. അല്ല, മാത്യു സാറിനല്ലേ സീനിയോറിറ്റി ശരിക്കും? ഈ മുട്ടിച്ച Cheers. पी भी गया. സോറി ഞാൻ ഒറ്റ വലിയ 3-4 വർഷത്തെ ജോബ് കോൺട്രാക്റ്റിലാണ് വന്നിരിക്കുന്നത്. 4 years. പക്ഷെ അവള് വന്ന പിന്നെയാണ് കമ്പനിക്ക് നല്ല ബിസിനസ് കിട്ടി തുടങ്ങിയത്. നല്ല ബിസിനസ് ഉണ്ടെങ്കിലേ കമ്പനി വളരും. അപ്പൊ പിന്നെ കമ്പനിക്ക് ആരോടായിരിക്കും താല്പര്യം? മാഡത്തിനോട്. പാവം മാത്യു സാറ്. ഈ മാത്യു സാറ് ആള് മോശമൊന്നുമല്ല. സാറും ചില കളികളൊക്കെ കളിക്കുന്നുണ്ട്. ഇപ്പൊ കമ്പനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ അമേരിക്കൻ ഓർഡർ മാത്യു സാറിന് ഒരു തുറപ്പിച്ചിട്ടായിരിക്കും. Oh. क्या चाहिए सर? ഏക്കോ एक और पैग. ഈ മാഡം കേരളത്തിലെവിടെയാ? തിരുവനന്തപുരം ഭാഗത്ത് എവിടെയാ? ഹൈസ്കൂൾ വരെ തിരുവനന്തപുരം. കേരളത്തിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞാണ് ഓസ്ട്രേലിയക്ക് ഓ, പോയത്. No, it's not crowded. എന്താ? यहाँ गई. आ गई. 100 साल यही. You dancing today? Wow. It's on my mood. ഗുഡ് ഈവനിങ്. काफी टॉल है हाँ वो. Hey, there's a nice couch. ओ यार उसने हाँ, भाव भी भी नहीं दिया. അവന് നമ്മുടെ ബോസ് അല്ലേ? എന്ത് ബോസ്? ഇതിനൊന്നും ഇവിടെ വെച്ച് മൈൻഡ് ചെയ്യേണ്ട യാതൊരു Creature. Boss को क्या बोल रहे हैं? വിചാരിക്കുകയും വേണ്ട. കൂടെയുള്ള പെണ്ണേതാ? ജ്യോതി എന്നോ മറ്റോ ആണ് പേര്. ജ്യോതി. കൂടെ താമസിക്കുന്ന ഇവിടെ ഏതോ പരസ്യ കമ്പനി വർക്ക് ചെയ്യുന്നതാ. അവരും മലയാളിയാ? ഒരു മിനിറ്റ്. अरे एक सेकंड लेके तो पी ले. कान में से धुएं नहीं निकलते. രണ്ടും പഴയ अंचे. ഒരു ഫ്ലാറ്റ് എടുത്ത് രണ്ടും കൂടിയാ താമസം. Wow. അവിടെ പലരും Wow. ഉം. अरे वो उनकी चॉइस है എടാ, मतलब വലിയ വലിയ सही लड़कियां नहीं है वो ये कह रहा है. പിടിക്കുന്ന വിചാരം वेरी बैड. ബിസിനസ് ടൂർ ആണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോകും. 2 ദിവസം अरे अरे यार वो उनका एक्यूमेंट भी तो हो सकता है. അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? ഛേ, ഛേ. टैलेंट है उनका वो. അങ്ങനെയുള്ള ഒരു പെണ്ണാണെന്ന് എനിക്ക് ऐसी തോന്നുന്നു. बात मत करो यार. അതൊന്നും എനിക്കറിയാൻ മേല. ഒരു സന്തോഷം ഉണ്ടാവും. वाह. എന്റെ സന്തോഷം ये നോക്കിയാ क्या മതി. हैप्पीनेस कुछ भी. അങ്ങനെയൊക്കെ പറയുന്ന മോശമല്ലേ? ശ്ശേ. എന്റെ മോനെ നിന്റെ ഈ പാവത്ത Change സ്വഭാവം your മാറ്റി. character. ഇത് കുരുട്ടുബുദ്ധിയുടെയും പൊങ്ങച്ചത്തിന്റെ ലോകമാണ്. ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളും അങ്ങനെയൊക്കെ ഒന്ന് ആവണം. Yeah. चलो लेट्स गो. आप हमारे रिएक्शंस एंजॉय कर रहे हो, लेकिन कुछ लोग ऐसे हैं जिन्होंने चैनल को सब्सक्राइब नहीं किया हुआ है. मैं हर महीने एक लकी सब्सक्राइबर को 5000 रुपीज देने वाला हूँ, तो सब्सक्राइब नाउ एंड प्रेस द बेल नोटिफिकेशन. ഇന്ന് ഞാൻ തകർന്നു. मेरे को लगता है ये मैम की पर्सनालिटी काफी अलग है. हाँ. Like except ऑफिस. चलो. वाओ. ये क्या? ये कौन आ रहा था स्विमिंग करके? अच्छा. अच्छा ये मैम मैम है. है. Priya. Inda, all for you. ऐसे डर के जा क्यों रही बोल है रही ऐसे? इनको प्राइवेट ट्रेन है. Hello? Priya here? Can you do me a favor? I'm busy right now. Give me a call tomorrow morning during office time, okay? ഞാൻ കരുതി നിന്റെ പപ്പയായിരിക്കുന്നു. പപ്പ ഇങ്ങനെ പല രാജ്യത്തൊന്നും വിളിക്കാറുള്ളതല്ലേ? You don't even let me live in peace. ആരും നിന്നെ വിടാതെ പിടികൂടിയിരിക്കാണല്ലോ. നിനക്കൊന്ന് സൈൻ ചെയ്ത് കൊടുത്തൂടെ? അങ്ങനെ ഇപ്പൊ എന്നെ വെച്ച് ആരും പണം ഉണ്ടാക്കണ്ട. പ്രിയ ഇപ്പൊ ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞു ओ उसको डिवोर्स करना है. ജീവിക്കാൻ പറ്റില്ലെങ്കിൽ പിരിയ. അതല്ലേ നല്ലത്. Not for me. I'm the most affected person with this divorce. ചെയ്യരുതെന്ന് ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാ. എന്റെ വാക്കിന് ആരും ഒരു വില ओ കൽപ്പിച്ചില്ല. ये इसके गुस्से का रीजन लग रहा है मुझे. Let's skip this topic for now. क्या? यही चीज के गुस्से का रीजन है कि जो उसका डिवोर्स चल रहा है और सब हो रहा है. ഫ്ലാറ്റ്മേറ്റ്സ് എന്ന് പറഞ്ഞാ ഫ്ലാറ്റിലെ ജോലികളൊക്കെ ഒന്നിച്ച് ചെയ്യണം എന്നാ. Sorry, man. He's definitely gonna make use of this opportunity. ഇനി നീ എന്ത് ചെയ്യും? You know what? Actually, I had a backup plan. ഈ ഓർഡറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് ബാലൻസ് ചെയ്യാൻ ഞാൻ മറ്റൊരു കമ്പനിയുമായി പാരലായി സംസാരിക്കണ്ടായിരുന്നു.
നീ എപ്പോഴും ചോദിക്കാറില്ലേ ഞാൻ എന്തിനാ ഈ ലാപ്ടോപ്പിന് മുമ്പിൽ ഇങ്ങനെ ഫോറെവർ കുത്തിയിരിക്കുന്നതെന്ന്? ഇറ്റ്സ് കോൾഡ് നെറ്റ്വർക്കിംഗ്. സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നോട് അസൂയ തോന്നിയിട്ടുണ്ട്. നിന്റെ ഒരു ഡെഡിക്കേഷൻ, കമ്മിറ്റ്മെന്റ് എനിക്കൊന്നും ഇങ്ങനെ ജോലി ചെയ്യാൻ സാധിക്കില്ല. उनकी बात भी पूरी नहीं ഞാൻ सुनी। ഒരിക്കലും ആഗ്രഹിക്കുന്ന ജീവിതമല്ല ഇത്. നിനക്കറിയാലോ എന്റെ പ്രോബ്ലംസ്. എനിവേ എനിക്കിപ്പോ അതൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല. ഹലോ പ്രിയ, യാ വെർ ആർ യു? ഓ ഓഫീസിലോ? ഒരു കോപ്പി എന്റെ പേഴ്സണൽ ഇമെയിൽ ഐഡിയിലോട്ടും വായിച്ചോളൂ. ഓക്കെ, യാ താങ്ക്സ്, ബൈ. ആരായിരുന്നു? എന്റെ പുതിയ അസിസ്റ്റന്റാ. ദിസ് ഇസ് ക്രൂവൽ പ്രിയ. ഞായറാഴ്ചയും ജോലി ഏൽപ്പിക്കാന്ന് പറഞ്ഞ അരെ സൺഡേ ഒന്നും ജോലി എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞ ടൈമിന് ജോലി തീരാത്തോണ്ട് സ്വന്തമായി ചെയ്യുന്നതാ. നിന്റെ അടുത്ത് खुद से तो नहीं कर रहे हो। ആള് മോശമാവാൻ വഴിയില്ല. ഒരു പാവം നാട്ടുമ്പുറത്തുകാരൻ, ബട്ട് ഈസ് ഗുഡ്, ഹാർഡ് വർക്കിംഗ്. वो नोटिस तो किया। നീ കൊള്ളാന്ന് പറഞ്ഞെങ്കിൽ ആളൊരു പുലിയായിരിക്കണല്ലോ. ആളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ. എന്നിട്ട് എന്തിനാ നിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വന്ന് കിടക്കുന്നേ? എനിക്കറിയില്ല. 6-7 വർഷം മുമ്പ് ഈസ് ഫിനിഷ്ഡ് ഹിസ് 8 साल എഞ്ചിനീയറിംഗ്. पहले। പക്ഷേ ഇപ്പോഴാ ജോലിക്ക് കയറുന്നത്. अलग ही टाइमलाइन इनकी, 8 साल कुछ तो हुआ है ഐ ऐसा। തിങ്ക് ഹീസ് ഗോട്ട് സം ഫാമിലി പ്രോബ്ലംസ്. വലിയ സാമ്പത്തികമുള്ള കുടുംബത്തിലൊന്നല്ലെന്നാ തോന്നുന്നത്. पुअर फैमिली। പാവം. ആരോടൊക്കെ ഞാൻ സിമ്പതി കാണിച്ചിട്ടുണ്ടോ അവരൊക്കെ എന്റെ തലയിൽ കയറി ഇരുന്നിട്ടുണ്ട്. अरे यार ऐसा नहीं होता हरीश। इनका पास्ट। യെസ് മാഡം, 1 minute, ഐ എം കമ്മിങ്. बहुत अच्छे हैं यार ये। എക്സ്ക്യൂസ് മീ മാഡം. യാ വി ഹാവ് എ ഗുഡ് ന്യൂസ് ആൻഡ് എ ബാഡ് ന്യൂസ്. ഇന്നലെ നമ്മൾ അയച്ച ടെൻഡർ അപ്രൂവ് ചെയ്ത് ആ ഓർഡർ നമുക്ക് കിട്ടി. नाइस। Good। കൺഗ്രാറ്റുലേഷൻസ് മാഡം. ആൻഡ് ദ ബാഡ് ന്യൂസ്? You're You're fired. fired। क्या? What? क्यों? മാഡം, You're a great actor, but don't try to play with me. क्या क्या हो एक्टिंग गया? की? മാഡം, നീ വലിയ ബുദ്ധിമാനായിരിക്കാം, പക്ഷെ ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരെന്ന് കരുതരുത്. पर हुआ क्या है? എന്താ കരുതിയത്? ജീവിതകാലം മുഴുവൻ എന്നെ പറ്റിക്കാമെന്നോ? कैसे चीट ഞാൻ किया? എന്ത് പറ്റിച്ചു എന്നാ മാഡം പറയുന്നത്? Look, I don't need to waste my मेरे को valuable लग रहा है time ये talking प्रैंक to you. कर रही है, Go इनका find a job प्रमोशन elsewhere. हुआ है। नहीं। നോ മാഡം, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് എനിക്കറിയണം. ഇറ്റ്സ് മൈ റൈറ്റ്. How dare you talk to me like that? You're trying to teach me about your right? You have absolutely no right in this office. Listen, I'm your boss, and you're only my Hello, hello, assistant, madam, and I can madam. fire you from this office I at know, any madam, time. पर You know क्यों? how many people got fired from this office, ജോലി and they're all scared of me. ആ എന്നോട് ഒരു I ദിവസം don't have to മുതൽ give അങ്ങനെ you any പൊക്കോളാൻ explanations for that. അതെവിടെ I തന്നെ hate people who backstab me. എന്നെ क्या रे यार? मलयालम and कौन इंग्लिश। क्या बोल रहा है? ഞാനൊരു തെറ്റില്ല. എന്നെ നിങ്ങൾ അങ്ങനെ ഫൂളൊന്നും വിളിക്കാതിരിക്കണ്ട. എനിക്ക് എന്താണെന്ന് അറിയാൻ റൈറ്റ് ഉണ്ട്. ഇങ്ങനെ ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയൊന്നും ആരെങ്കിലും ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു വേറെ വെക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നെ അങ്ങനെ आ! എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ഞാൻ കാണിച്ചുതരാം. 8 years of experience in this company to become the boss. बट क्यों निकाला? रीजन तो बताओ। Idiot. यहाँ से मार भी दिया वो। अरे क्या कर रही है रे, ये? बहुत ज्यादा गुस्सा है भाई इसमें। ഞാൻ പറയുന്നത് ഇത് കേൾക്ക്. എവിടുത്തെ മര്യാദയാണത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് പറയാതെ പോലും എന്നെ ഇവിടെ പിരിച്ചുവിടാ. ഇവിടെ ആരാ നമ്മുടെ വിചാരം? എടാ നീ ഞാൻ പറയുന്നത് സമാധാനമായിട്ടൊന്ന് കേക്ക്. ഇങ്ങനെ പോയ കാര്യങ്ങൾ കൂടുതൽ വഷളാവത്തുള്ളൂ കേട്ടോ. നീ ഇപ്പം നിന്റെ മുറിയിലോട്ട് പോ. കാര്യങ്ങൾ എന്താണ് സംഭവിച്ചെന്ന് ന്യൂട്രി ഞാനൊന്ന് മനസ്സിലാക്കിയിട്ട് വൈകിട്ട് ഞാനങ്ങ് വരാം. रीजन तो बताना चाहिए ना यार। ചെല്ലി, ഞാനില്ലേ ഇവിടെ? यार ये क्या हो गया सडनली? मतलब अभी तो ये आए थे और इतनी जल्दी इनको जॉब से फायर भी कर दिया। और चलो फायर किया वो भी ठीक है, पर रीजन भी नहीं पता और ऐसे झगड़ रहे, ये क्या ही मतलब था उनका? सही में। और देखा जाए तो अभी क्यों किया है, क्या किया है, वो सब जानना हो। मुझे ऐसा लग रहा है कि इनके पीछे जाके, बिकॉज एकदम से इनको ये कॉन्ट्रैक्ट कैसे मिल गया? इनको कॉन्ट्रैक्ट तो अभी तक तो नहीं मिला था, तो इन्होंने ऐसा कुछ किया होगा जो थोड़ा सुपर सीड कर गया इनकी पावर्स को, तो वो शायद हर्ट किया होगा। हो सकता है। और इनके बॉस के ना गुस्से का रीजन भी थोड़ा समझ में आया कि इनके ना पर्सनल लाइफ में कुछ इश्यूज चल रहा है। पर ना मैं एक बात कहना चाहती हूँ, जैसे स्टार्टिंग में हमने मुंबई का देखा कि लाइक ही वाज वेरी हैप्पी, और जैसे जैसे आए थे मैं ना वेट कर रही थी कि उनका वो जो फन कैरेक्टर होता है ना वो जल्दी से बाहर आए, उनके दोस्त यार बाहर आए, क्योंकि उनको हमने हर मूवी में ऐसे ही देखा है। वही सो देखेंगे आगे क्या होता है। तो आप लोग को सिंह सर का कमेंट सेक्शन में जरूर बताया करते, लाइक करते जाए, कमेंट करते जाए, शेयर करते जाए और सब्सक्राइब करिए। बाय।